എല്ലാവർക്കും നമസ്കാരം. ഞാൻ ബ്രൈറ്റ്. ഈ കേരളം ഓൺലൈൻ സർവീസിലേക്ക് സ്വാഗതം. മുൻഗണനാ വിഭാഗമായ മഞ്ഞ പിങ്ക് റേഷൻ കാർഡിലുള്ളവരുടെ EKYC മസ്റ്ററിംഗ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിന് ഏതൊക്കെ ഡേറ്റുകളിലാണ് ഓരോ ജില്ലയിലും EKYC മസ്റ്ററിംഗ് ഒരുക്കിയിരിക്കുന്നത് എന്നതിനെ സംബന്ധിച്ചും അതുപോലെ EKYC മസ്റ്ററിംഗ് സ്റ്റാറ്റസ് എങ്ങനെ പരിശോധിക്കാം എന്നതിനെ സംബന്ധിച്ചും വീഡിയോകൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ലിങ്ക് കൊടുത്തിരിക്കാം. നമ്മൾ ഇന്നിവിടെ നോക്കുന്നത് നാട്ടിലില്ലാത്തവർ എങ്ങനെ റേഷൻ കാർഡ് EKYC മസ്റ്ററിംഗ് ചെയ്യും, കൂടാതെ 5 വയസ്സിൽ താഴെയുള്ള കുട്ടികളുടെ മസ്റ്ററിങ്ങിന് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് തുടങ്ങിയവയാണ്. റേഷൻ കാർഡുമായി ബന്ധപ്പെട്ട വാർത്തകളും വിശകലനങ്ങളും ഓൺലൈൻ വീഡിയോകളും യഥാസമയം ലഭിക്കുന്നതിന് നിങ്ങളിതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കോ. കൂടാതെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും മറക്കാതിരിക്കുക. പ്രവാസി ഭാരതീയൻ, അതായത് തൊഴിൽ സൗകര്യാർത്ഥമൊക്കെ അന്യ സംസ്ഥാനങ്ങളിൽ പോയിട്ടുള്ളവർക്ക് ഈ മുൻഗണന റേഷൻ കാർഡിൻ്റെ EKYC മസ്റ്ററിംഗ് ചെയ്യുന്നതിന് അതാത് സംസ്ഥാനങ്ങളിൽ അവർ ജോലി ചെയ്യുന്ന അതാത് സംസ്ഥാനങ്ങളിലെ പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സംവിധാനത്തെ ആശ്രയിച്ച് EKYC മസ്റ്ററിംഗ് ചെയ്യാം എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അതായത് നിങ്ങൾ ഇപ്പോൾ താമസിക്കുന്ന സംസ്ഥാനത്തെ സിവിൽ സപ്ലൈസ് റേഷൻ കടകളിൽ പോയി റേഷൻ കാർഡ് EKYC മസ്റ്ററിംഗ് ചെയ്യാൻ സാധിക്കും. സെൻട്രൽ ഫുഡ് ആൻഡ് സിവിൽ സപ്ലൈസ് കൺസ്യൂമർ അഫയേഴ്സ് മന്ത്രാലയത്തിന് കീഴിലാണ് ഓരോ സംസ്ഥാനത്തെയും പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം വരുന്നത്. അതുകൊണ്ട് അതാത് സംസ്ഥാനങ്ങളുടെ റേഷൻ കടകളിൽ പോയി നമുക്ക് EKYC മസ്റ്ററിംഗ് ചെയ്യാൻ സാധിക്കും. ഇവിടെ ചെയ്യുന്നത് പോലെ തന്നെ റേഷൻ കാർഡ് നമ്പരും ആധാർ നമ്പറും നൽകി റേഷൻ കടയിലെ EPOS മെഷീനിൽ വിരലടയാളം പതിപ്പിച്ചാണ് EKYC മസ്റ്ററിംഗ് ചെയ്യേണ്ടുന്നത്. ഇതൊരു സെൻട്രലൈസ്ഡ് സംവിധാനത്തിന് കീഴിൽ വരുന്നതുകൊണ്ട് തന്നെ EPOS മെഷീനിൽ നമ്മുടെ സംസ്ഥാനം തിരഞ്ഞെടുത്ത് റേഷൻ കാർഡ് നമ്പരും ആധാർ നമ്പറും നൽകി വിരലടയാളം പതിപ്പിച്ച് EKYC മസ്റ്ററിംഗ് ചെയ്യാൻ കഴിയും എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഇനി 5 വയസ്സിൽ താഴെയുള്ള കുട്ടികളുടെ വിരലടയാളം EPOS മെഷീനിൽ പതിപ്പിക്കുമ്പോൾ അത് പതിയാത്ത ഒരു സാഹചര്യമുണ്ട്. അങ്ങനെ വിരലടയാളം പതിയാത്ത കുട്ടികൾ തൽക്കാലം EKYC മസ്റ്ററിംഗ് ചെയ്യേണ്ടുന്നതില്ലെന്നും താമസിയാതെ അത് സംബന്ധിച്ച അറിയിപ്പ് വരുമെന്നുമാണ് അറിയാൻ സാധിക്കുന്നത്. ഇനി 5 വയസ്സിൽ താഴെയുള്ള കുട്ടികളെ ഒഴിവാക്കാനാണോ സാധ്യതയെന്ന് ഒരു അറിയിപ്പ് വന്നെങ്കിൽ മാത്രമേ നമുക്കറിയാൻ സാധിക്കുകയുള്ളൂ. ഇനിയുള്ളത് വിദേശത്തുള്ള പ്രവാസി മലയാളികൾ എങ്ങനെ റേഷൻ കാർഡ് EKYC മസ്റ്ററിംഗ് ചെയ്യും എന്നുള്ളതാണ്. മഞ്ഞ പിങ്ക് കാർഡുള്ള മുൻഗണനാ വിഭാഗത്തിൽ ഉൾപ്പെടാൻ അർഹതയുള്ളവരാണോ വിദേശ പ്രവാസി എന്നൊരു മറു ചോദ്യമാണ് ബന്ധപ്പെട്ടവരോട് അന്വേഷിച്ചപ്പോൾ കിട്ടിയത്. എന്തുതന്നെയായാലും മസ്റ്ററിംഗ് ചെയ്യാത്തതിൻ്റെ പേരിൽ റേഷൻ കാർഡിൽ നിന്നും ഒഴിവാവുകയാണെങ്കിൽ പിന്നീട് ഓൺലൈനായി ആഡ് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. അതിനെ സംബന്ധിച്ച വീഡിയോയും ചാനലിൽ ലഭ്യമാണ്. റേഷൻ കാർഡ് മസ്റ്ററിങ്ങിൻ്റെയൊക്കെ പേരിൽ വളരെയധികം ബുദ്ധിമുട്ടുകൾ ഇപ്പോൾ അനുഭവിക്കുന്നുണ്ട്. നമ്മൾ LPG EKYC ആപ്പിൻ്റെ സഹായത്തോടു കൂടി ചെയ്തതുപോലെ തന്നെ ഇതിനൊരു ആപ്പ് സജ്ജീകരിച്ച് ആധാർ ഫേസ് ID സഹായത്തോടു കൂടിയൊക്കെ ഓരോരുത്തർക്കും വീട്ടിലിരുന്ന് തന്നെ നിഷ്പ്രയാസം ചെയ്യാവുന്നതാണ്. അതിനൊക്കെയുള്ള നടപടികൾ ബന്ധപ്പെട്ടവരുടെ ഭാഗത്തു നിന്നും ഭാവിയിൽ എങ്കിലും ഉണ്ടാകുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം. ഇതോടെ ഈ ഒരു വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ.